അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹാബത്തിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളായ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 134-ാമത്തെ വചനം വരെയാണ് 119-ാമത്തെ വചനം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത്. 119. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് തുടങ്ങേണ്ടത് 120-ാമത്തെ ആയത്ത് മുതലാണ്. 119 വരെയുള്ള വചനത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് അല്ലാഹു സുബ്ഹാനഹു തആലക്ക് സന്താനമുണ്ട് എന്ന് അവർ പറഞ്ഞ വാദത്തെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് ഗണ്ണനങ്ങളിലൂടെ അവർക്ക് തിരുത്തു കൊടുത്തു. മാത്രമല്ല, അവർക്ക് ശേഷം വേദം നൽകപ്പെടാത്ത അറബികൾ, ജൂതന്മാരും യഹൂദികളും പറഞ്ഞതിന് സമാനമായ ചില വാക്കുകൾ അവരുടെ പ്രവാചകരോട് അന്നത്തെ അറബികൾ, വേദം നൽകപ്പെടാത്തവരും എന്തു ചെയ്തു? പറഞ്ഞിരുന്നു. എന്നാൽ ജൂതന്മാരാകട്ടെ, നസാറാക്കളാകട്ടെ, അറബികളായ മുശ്രിക്കീങ്ങളാകട്ടെ, എന്തൊക്കെ ആരോപണങ്ങൾ അള്ളാഹുവിനും റസൂലിനുമെതിരെ നടത്തിയാലും, ഇസ്ലാമിൻ്റെ പ്രബോധനത്തെ ഏതു രൂപത്തിൽ അവർ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും പരിഹസിച്ചാലും അവർക്കുള്ള മറുപടി, പ്രവാചകരെ, താങ്കൾ ഒരു താക്കീതുകാരൻ മാത്രമാണ്. അവർ നരകത്തിലെത്തിയാൽ അവർ നരകത്തിൻ്റെ അവകാശികളായി എന്നതിൻ്റെ പേരിൽ താങ്കൾ പരലോകത്ത് എന്തു ചെയ്യില്ല? ചോദ്യം ചെയ്യപ്പെടുകയില്ല. ഇനി 120-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലൻ തർളാ. ലൻ തർളാ, തർള എന്ന് പറഞ്ഞാൽ എന്താ? തർള, റളിയ, ഇർള, റിള എന്നതിൽ നിന്നാണ് തർള വന്നത്. അപ്പോൾ നമ്മൾ പറയില്ലേ, എന്താ റിള എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? റിള, അള്ളാഹുവിൻ്റെ റിളക്കു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്ന് നമ്മൾ പറയാറില്ലേ? എന്താണ് റിള? അള്ളാഹുവിൻ്റെ തൃപ്തിക്കാണ് റിള എന്ന് പറയുക. നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാറുണ്ട്. അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടു, അല്ലെങ്കിൽ റളിയല്ലാഹു അൻഹും, സ്വഹാബത്തിനെ മൊത്തത്തിൽ പറയുമ്പോൾ. അപ്പോൾ അവിടെ റളിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? തൃപ്തിപ്പെട്ടു. റളിയ, യർള, റിളൻ, റിളൻ. അപ്പം ഇവിടെ ലൻ തർള, ലൻ തർള, തൃപ്തിപ്പെടുകയേ ഇല്ല. ലൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് യാതൊരു പോസിബിലിറ്റി ഇല്ലാതെ പറയുന്നതിനാണ് ലൻ തർള, തൃപ്തിപ്പെടുകയേ ഇല്ല. അൻക, താങ്കളെപ്പറ്റി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അവരൊരിക്കലും തൃപ്തിപ്പെടുകയേയില്ല. ആരാണ്? അൽ യഹൂദു, യഹൂദികൾ, വലൻ നസാറ, ക്രിസ്ത്യാനികൾ. ഹത്താ തത്തബിഅ, എന്താണ് അവർ തൃപ്തിപ്പെടുകയേയില്ല എന്ന് പറയാൻ കാരണം? ഹത്താ തത്തബിഅ, പിൻപറ്റുന്നതുവരെ, മില്ലത്തഹും, അവരുടെ മാർഗത്തെ, യഹൂദികളുടെയും നസാറാക്കളുടെയും മാർഗത്തെ
പിൻപറ്റുന്നത് വരെ റസൂലെ താങ്കൾ അവരെന്ത് ചെയ്യൂല, അവർ തൃപ്തിപ്പെടൂല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? യഹൂദികളുടെ മാർഗത്തെ പിൻപറ്റണം, നസാറാക്കളുടെ മാർഗത്തെ പിൻപറ്റണം. എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം? പരസ്പരം പുകഴ്ത്തിപ്പാടി ഒരു വലിയ മതസൗഹാർദ്ദമൊക്കെ പറഞ്ഞ് എന്തു ചെയ്യാം? കെട്ടിപ്പിടിച്ച് മുന്നോട്ടൊക്കെ പോകാം. അതില്ലാത്തിടത്തോളം കാലം യഹൂദികളും നസാറാക്കളും പ്രവാചകരെ താങ്കളോട് എന്ത് ചെയ്യില്ല? താങ്കൾ തൃപ്തിപ്പെടില്ല. അവിടെ തത്തബിഅ പറഞ്ഞു. തത്തബിഅ നമ്മൾ മുമ്പ് പറഞ്ഞാണ്. എന്താണ് ഇത്തബിഅ? ഇത്തബിഅ. അപ്പോൾ ഇത്തബിഅ എന്ന് പറഞ്ഞാൽ എന്താണ്? പിൻപറ്റുക. യത്തബിഉ പിൻപറ്റുന്നു. ഇത്തിബാ എന്ന് പറഞ്ഞാൽ പിൻപറ്റുക അല്ലെങ്കിൽ പിൻപറ്റുന്ന, അതിൻ്റെ മസ്ദറിനാണ് ഇത്തിബാ എന്ന് പറയുക. നമ്മൾ പറയും ഇത്തിബാ ഉർ റസൂൽ, റസൂലിനെ പിൻപറ്റുക എന്ന് പറയൂലേ. അപ്പോൾ ഇവിടെ എന്താ? ഹത്താ തത്തബിഅ, താങ്കൾ അവരെ ഫോളോ ചെയ്യുന്നതുവരെ, മില്ലത്തഹും അവരുടെ മില്ലത്തിനെ, അവരുടെ മാർഗത്തെ ഫോളോ ചെയ്യുന്നത് വരെ. ബാക്കി കൂടി അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലവും മറ്റു കാര്യങ്ങളും വിശദീകരിക്കാം. അപ്പോൾ നബിയോട് പറയാണ്, ഖുൽ, നബി അവർക്ക് എന്തു ചെയ്യണം? മറുപടി കൊടുക്കണം. ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ, ഇന്ന ഹുദല്ലാ, അള്ളാഹുവിൻ്റെ സന്മാർഗമാണ്, ഹുവൽ ഹുദ, അതത്ര യഥാർത്ഥ സന്മാർഗം. അവരോട് കൊടുക്കേണ്ട ആദ്യത്തെ മറുപടി അതാണ്. അതല്ലാത്ത വേറൊരു മാർഗം സന്മാർഗത്തിൻ്റെതായിട്ട് ഇല്ല. വലഇൻ ഇത്തബഅത, ഇത്തബഅ നേരത്തെ പറഞ്ഞത്, ഇത്തബഅത താങ്കൾ പിൻപറ്റിയാൽ, ലഇൻ വന്നാൽ അവിടെ ഒരു ഷർത്താണ്, കണ്ടീഷനാണ്. ലഇൻ ഇത്തബഅത താങ്കൾ എങ്ങാനും പിൻപറ്റിയാൽ, അഹ്വാഅഹും, ഹവ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹവ എന്താ? ദേഹേച്ഛ. അഹ്വാ അതിൻ്റെ പ്ലൂറലാണ്. അവരുടെ ദേഹേച്ഛകളെ എങ്ങാനും പ്രവാചകൻ പിൻപറ്റിയാൽ, ബഅദല്ലദീ ജാഅക മിനൽ ഇൽമ്, ബഅദ ശേഷം, അല്ലദീ ജാഅക താങ്കൾക്ക് എത്തിയതിനു ശേഷം, മിനൽ ഇൽമ് അറിവിൽ നിന്ന് താങ്കൾക്ക് എത്തിയതിന് ശേഷം താങ്കൾ അവരെ പിൻപറ്റിയാൽ, മാലക മിനല്ലാഹ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് താങ്കൾക്കൊന്നും ഉണ്ടാവുകയില്ല, മിൻ വലിയിൻ ഒരു രക്ഷാധികാരിയും, വലാ നസീർ ഒരു സഹായിയും ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ആയത്ത് അവതരിക്കാൻ ചില പശ്ചാത്തലമുണ്ട്. അതായത് മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ വിഷയം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇതിൻ്റെ ആയത്ത് അവതരിക്കാനുള്ള 3 കാരണങ്ങൾ, ഈ ആയത്ത് അവതരിക്കാനുള്ള 3 കാരണങ്ങൾ. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങി കഅബയിലേക്ക് എന്ത് ചെയ്യണം? ഇനി ഖിബിലയായിട്ട് തിരിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞത് എങ്ങോട്ടാണ്? ഫലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസിലേക്കാണ്, മസ്ജിദുൽ അഖ്സയിലേക്കാണ്. നബി അങ്ങോട്ട് തിരിഞ്ഞ് നിന്നപ്പോൾ അത് മദീനയിൽ വെച്ചിട്ടാണ്. മദീനയിലായിരുന്നപ്പോൾ ഏകദേശം 16-17 മാസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നിന്നത് എങ്ങോട്ടാണ്? ബൈത്തുൽ മഖ്ദിസിലേക്ക്. മക്കത്തായിരുന്നപ്പോഴോ രണ്ടിനെയും സ്വീകരിച്ചു. കഅബയുടെ പിന്നിൽ നിന്നുകൊണ്ട് ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിന്നു. അപ്പോൾ കഅബയും കിബിലയായിരുന്നു, ബൈത്തുൽ മഖ്ദിസും കിബിലയായിരുന്നു. അപ്പോൾ ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ നേരെ എങ്ങോട്ട് തിരിയേണ്ടി വന്നു? മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിയേണ്ടി വന്നു. 16-17 മാസക്കാലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങി, ഇനി കഅബയിലേക്ക് തിരിയണം. അപ്പോൾ മദീനയിലെ യഹൂദികളും നജ്റാനിലെ ക്രിസ്ത്യാനികളും, നജ്റാനിൽ നിന്നൊരു സമൂഹം ക്രിസ്ത്യാനികൾ നബിയുടെ അടുക്കൽ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നൊരു ചരിത്രമുണ്ട്. അത് ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇവർ 2 പേരും എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് വീണ്ടും ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിയണം, ഞങ്ങളുടെ കിബില അതാണ്, അപ്പം ഞങ്ങളുടെ ആ മാർഗം പിൻപറ്റണം എന്നവരെന്ത് ചെയ്തു? അവർ ആഗ്രഹിച്ചു.
അപ്പം അത് പിൻപറ്റാതെ അവർ താങ്കളെ എന്തു ചെയ്യൂല, തൃപ്തിപ്പെടൂല. ഈ ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങിയെന്നാണ് ഒരഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം പറയപ്പെടുന്നത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ മാർഗത്തിലേക്ക് എന്ത് ചെയ്തു, ക്ഷണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എന്ത് ചെയ്തില്ല, സ്വീകരിച്ചില്ല. അപ്പോൾ ഈ ആയത്ത് അവതരിച്ചു. മൂന്നാമത്തെ ഒരു അഭിപ്രായം, നബിയോട് അവരൊരു സന്ധിക്ക് തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആ സന്ധി നടത്തിയിരുന്നെങ്കിൽ അവർ നബിയോട് എന്ത് ചെയ്യുമായിരുന്നു, സന്ധി നടത്തുമായിരുന്നു. അപ്പോൾ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഏതെങ്കിലും ഒരു കാരണമാണ് ഈ ആയത്ത് അവതരിക്കാനെന്നാണ് മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ എന്ത് ചെയ്തിട്ടുള്ളത്, രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇവിടെ മില്ലത്തഹും എന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ മാർഗം. അപ്പോൾ യഹൂദികളുടെയും നസാറാക്കളുടെയും മില്ലത്ത് എന്ന് പറഞ്ഞാൽ അതെന്താണ്, അത് ശരിയായ മില്ലത്താണോ? അല്ല. അവർ പറയും ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് എന്നവർ പറയുമായിരുന്നു. ക്രിസ്ത്യാനികളും പറയും ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ്. കഅബയുടെ ഉള്ളിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വെച്ച് ആരാധിക്കുന്ന മക്കയിലെ ഖുറൈശികളും മുശ്രിക്കുകളും പറയും ഞങ്ങളുടെ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണെന്ന് പറയുമായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ അവകാശപ്പെട്ടിരുന്ന ആളുകളാണ്. പക്ഷേ ഇവർ ആ മില്ലത്തല്ല ഫോളോ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ മില്ലത്ത് എന്ന് പറയുന്നത് ഇവരുടെ ഹവയാണ്. ഇവരുടെ ഹവ എന്ന് പറഞ്ഞാൽ ഇവർക്ക് തോന്നുന്നതായിരുന്നു ഇവരുടെ മതനിയമങ്ങൾ. അതുകൊണ്ട് തന്നെ അവരുടെ മതനിയമത്തെ പിൻപറ്റുക എന്നത് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യോജിച്ചതല്ല. പ്രവാചകൻ ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യഹൂദിയുടെ ദീനിനെ, ക്രിസ്ത്യാനിയുടെ ദീനിനെ നമ്മുടെ ആദർശത്തിലേക്ക് ഒരിക്കലും ജീവിതത്തിൻ്റെ ഒരു നിമിഷത്തിലും വിശ്വാസം കൊണ്ടോ കർമ്മം കൊണ്ടോ നാവ് കൊണ്ടോ മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, അംഗീകരിക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ എന്താണ് സംഭവിക്കുക? അവർ ഇസ്ലാമിനെ തൃപ്തിപ്പെടാൻ വേണ്ടി അവരെ സോപ്പിട്ട് പതപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനത്തെ ഒരു നിലപാട് ഇസ്ലാമിന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. മറ്റുള്ളവർ ഇസ്ലാമിനെ തൃപ്തിപ്പെടണം. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ആളുകൾ, അനുയായികളൊന്ന് ഫ്ലെക്സിബിളാകാം. അവർക്കൊപ്പിച്ചിട്ട് എന്ത് ചെയ്യാം, ഒന്ന് സുഖിപ്പിച്ചു കൊടുക്കാം, ഒന്ന് ഫ്ലെക്സിബിളായി കൊടുക്കാം എന്നൊരു നിലപാട് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്കുള്ള മറുപടിയായി പറയാൻ പറഞ്ഞ വാചകം ശ്രദ്ധേയമാണ്. ഖുൽ, നബിയെ അവരോട് താങ്കൾ പറയണം, ഇന്ന ഹുദല്ലാഹ്, അള്ളാഹുവിൻ്റെ സന്മാർഗം, തീർച്ചയായും അള്ളാഹുവിൻ്റെ സന്മാർഗം, ഹുവൽ ഹുദാ, അതാണ് എന്ത്, യഥാർത്ഥ സന്മാർഗം. അപ്പം ആ സന്മാർഗമാണ് ഞാൻ എന്ത് ചെയ്യുക, സ്വീകരിക്കുക. അത് തൗറാത്തിലുണ്ട്, ഇഞ്ചീലിലുണ്ട്, ഖുർആനിലുണ്ട്. എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ തൗറാത്തിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. മൂസാ നബിക്ക് അള്ളാഹു തൗറാത്തിനെ ഇറക്കിക്കൊടുത്തു, സന്മാർഗവും ഫുർഖാനും അതിലുണ്ടെന്ന് പറഞ്ഞു. ഇഞ്ചീലിനെ ഈസാ നബിക്ക് ഇറക്കിക്കൊടുത്തു, അതിൽ ഹുദയുണ്ട്, അതിൽ തൗറാത്തിനെ സത്യപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഹുദയും സന്മാർഗവും ഒന്നും അല്ല ആര് സ്വീകരിച്ചിട്ടുള്ളത്, യഹൂദികളും നസാറാക്കളും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, ഈ വാചകം യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബത്തിനോടും പറയുന്ന അവർക്കുള്ള മറുപടിയായി കൊടുക്കേണ്ട വാചകമാണ്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഹുസൂമത്തുൻ അല്ലമഹല്ലാഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബഹു, മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബിയുടെ അനുയായികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൊടുക്കേണ്ട മറുപടി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്കും നിങ്ങൾക്കൊക്കെ അള്ളാഹു എന്ത് തന്നിട്ടുണ്ട്? ക്രൈസ്തവർക്കും ജൂതന്മാർക്കും അവരുടെ ആദർശത്തെയും അവരുടെ ദീനിനെയൊക്കെ നമ്മൾ തൃപ്തിപ്പെടാനും അതിനെ പുകഴ്ത്തി പറയാനും അതിനോട് ഒരു പ്രത്യേകത മമതയുണ്ടാകാനൊക്കെ അവർ ആഗ്രഹിക്കുകയോ പറയുകയോ ചെയ്താൽ നമ്മൾ അവരോട് കൊടുക്കേണ്ട മറുപടി എന്താണ്? ഇസ്ലാമാകുന്ന ഹുദയാണ് ഏറ്റവും ശരിയായ സന്മാർഗം. മാത്രമല്ല, ഇനി നോക്കൂ, ഒരു പടി മുന്നോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പടി കുറച്ചുകൂടി കടന്നുകൊണ്ട് നബിയോട് പറഞ്ഞു, നബിയെ വല ഇനിത്തബഅത, ഇനി താങ്കളെങ്ങാനും പിൻപറ്റിയാൽ, അഹ്വാഅഹും, അവരുടെ ഹവക്കൊത്ത് പിൻപറ്റിയാൽ,
അല്ലെങ്കിൽ അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റിയാൽ എന്താണ് സംഭവിക്കുക? ബഅദല്ലദീ ജാഅക മിനൽ ഇൽമ്, വ്യക്തമായ അറിവ് വന്നതിന് ശേഷം. ഈ അറിവിനെപ്പറ്റിയും പണ്ഡിതന്മാരെ 4 അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇബ്നുൽ ജൗസി റഹ്മഹുല്ല അദ്ദേഹം തൻ്റെ ഗ്രന്ഥ തഫ്സീർ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, കഅബയിലേക്ക് കിബിലയായി തിരിയണമെന്ന് വ്യക്തമായി ഖുർആനിലും ഹദീസിലും എന്ത് ചെയ്തു? വഹി വന്നു. അതുവരെ എന്ത് വന്നിട്ടില്ല? വഹി വന്നിട്ടില്ല. ഇനി അതിലെന്ത് ചെയ്യാൻ പാടില്ല? അവരുടെ ഹവയെ പിൻപറ്റി ബൈത്തുൽ മഖദ്ദിസിലേക്ക് തിരിയാൻ പാടില്ല. രണ്ടാമത് പറഞ്ഞത് ഇസ്ലാമാണ്. ഇസ്ലാമാകുന്ന ദീനിനെ എന്ത് ചെയ്യാൻ പാടില്ല? അത് മാറ്റിയിട്ട് അവരുടെ മില്ലത്ത്, ആ ഇസ്ലാമാകുന്ന ഇൽമ ആർക്ക് വന്നെത്തിയിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നെത്തിയിട്ടുണ്ട്. മറ്റൊന്ന് ഖുർആനാണ്. ഖുർആനാകുന്ന വേദഗ്രന്ഥം നബിക്ക് ഇൽമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പാടില്ല? അവരുടെ ദീനിനെ പിൻപറ്റാൻ പാടില്ല. അതായത് ഒരു ഹദീസിൽ ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയൊരു ഹദീസുണ്ട്. അതായത് ജൂതന്മാർ, മദീനയിലെ ജൂതന്മാർ അവർ തൗറാത്ത് വായിക്കും, ക്രിസ്ത്യാനികൾ അവരുടെ ഇഞ്ചീൽ വായിക്കും. അപ്പോൾ അറബികൾക്കാകട്ടെ വേദഗ്രന്ഥം അവതരിക്കപ്പെട്ടിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഇവർ വായിക്കുന്നത് ഇങ്ങനെ കേൾക്കും. അപ്പോൾ ഇസ്ലാമിൻ്റെ വിശുദ്ധ ഖുർആനാകട്ടെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തിട്ടില്ല? അവതരിക്കപ്പെട്ട് തീർന്നിട്ടുമില്ല. അപ്പോൾ ജൂതന്മാരവിടെ വേദപുസ്തകം വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രവാചകന് വേദം അവതരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ അവതരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് വേദം നൽകപ്പെട്ടിരുന്ന മുമ്പുള്ള ആളുകളെ കാണുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ ബൈബിളിലുള്ളത് എന്താണ്, ഇഞ്ചിയിലുള്ളത് എന്താണ്, തൗറാത്തിലുള്ളത് എന്താണെന്ന് സ്വാഭാവികമായിട്ടും അതറിയാനും ചർച്ച ചെയ്യാനൊക്കെ വിജ്ഞാന കുതികൾക്ക് എന്തുണ്ടാവും? ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞെന്നറിയോ? അവർ പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കുകയും വേണ്ട, അവർ പറഞ്ഞതിനെ നിങ്ങൾ കളവാക്കുകയും വേണ്ട. ഒരു മധ്യമ നിലപാടാണ് ഏത് വിഷയത്തിലും. അങ്ങനെ ആ വേദത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം നമ്മൾ ആ വേദത്തെ പുകഴ്ത്തി, ആ ഉദ്ധരണികളെ പുകഴ്ത്തി നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആ വേദത്തിൻ്റെ അനുയായിക്ക് എന്ത് തോന്നും? ഇത് സത്യം തന്നെയാണെന്ന് തോന്നിപ്പോവും. നമ്മൾ ഉദ്ദേശം എന്തായിരിക്കും? തിരിച്ച് ഖുർആനിലേക്ക് കൊണ്ടുവരാനായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ ഖുർആനിലേക്ക് എത്തണതിന് മുമ്പ് അവൻ്റെ ഈമാൻ എവിടെ ഉറക്കും? അവരുടെ വേദഗ്രന്ഥത്തിൽ ഉറച്ചു പോകും. അപ്പോൾ അവരുടെ വേദഗ്രന്ഥം പറയണതിനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? സത്യപ്പെടുത്തണ്ട. അവർ പറഞ്ഞതിനെ കളവാക്കുകയും വേണ്ട. കാരണം അതിലെന്തുണ്ട്? ഹക്കുമുണ്ട്, ബാത്തിലുമുണ്ട്. അപ്പം ഏതാണ് ഹക്ക്, ഏതാണ് ബാത്തിലെന്ന് നമുക്ക് തിരിയൂല. അവരിൽ നിന്ന് സ്വീകരിച്ചാൽ ഹക്കിൻ്റെ കൂട്ടത്തിൽ എന്തും വരും? ബാത്തിൽ വരും. അതുകൊണ്ട് സ്വീകരിക്കുകയും വേണ്ട, തള്ളുകയും വേണ്ട. അതൊരു ശരിയായ നിലപാടാണ്. ഏത് വിഷയങ്ങൾ വരുമ്പോഴും പ്രവാചകൻ ശേഷമടി ഈ മധ്യമ നിലപാട് നമുക്ക് സ്വീകരിക്കാൻ പറ്റണം. ചില കാര്യങ്ങൾ പറയുമ്പോൾ യോജിക്കുകയും വേണ്ട, വിയോജിക്കുകയും വേണ്ട, ശരിയെന്ന് പറയണ്ട, തെറ്റെന്നും പറയണ്ട. അങ്ങനത്തെ ചില ഘട്ടങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് വേദം നൽകപ്പെട്ട യഹൂദികളും നസാറാക്കളും കൊണ്ടുവന്ന തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും ഏടുകൾ നോക്കി വായിച്ചിട്ട് ഇത് ശരിയാണല്ലോ എന്ന് നമ്മൾ പറയേണ്ടതില്ല. അപ്പോൾ നോക്കൂ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ നബിയെ വ്യക്തമായ അറിവ് കിട്ടിയതിന് ശേഷം നബി അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റുകയാണെങ്കിൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പിൻപറ്റുമോ? പിന്നെ എന്തിനാ അങ്ങനെ ഒരു ഷർത്ത് വെച്ചത്? ഇതിന് സമാനമായി നിങ്ങൾ മുമ്പ് ഒരു ആയത്ത് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ലഇൻ അശ്റക്ത, നബി താങ്കളെങ്ങാനും ഷിർക്ക് ചെയ്താൽ, നബി ഷിർക്ക് ചെയ്യോ? അല്ലാഹു പറയാണ് ഷിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കളുടെ അമലുകളെ അല്ലാഹു പൊളിച്ചു കളയും, താങ്കൾ നഷ്ടക്കാരിൽ പെട്ടുപോകുന്നതാണ് നബിയേ. ഇത് നബിയോട് മാത്രമല്ല മുഴുവൻ നബിമാരോടും പറഞ്ഞു എന്നാണ്. അപ്പോൾ ഒരസംഭവ്യമായ കാര്യം, മഹാലാണ്, ഒരിക്കലും സംഭവിക്കില്ല. പക്ഷെ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും എന്നല്ല പറയാം. അത് അള്ളാഹിൻ്റെ ഒരു രീതിയാണ്. ഒരു കാര്യം ഒരിക്കലും സംഭവിക്കില്ല, പക്ഷെ അത് സംഭവിച്ചാൽ എന്തുണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളൊരു താക്കീതല്ല, മറിച്ച് ഇവിടെ വേദം നൽകപ്പെട്ട യഹൂദികൾക്കും നസാറാക്കൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മാർഗം പിൻപറ്റുമെന്നൊരു പ്രതീക്ഷയും വെക്കേണ്ടതില്ല. കാരണം അവരെന്ത് ചെയ്യൂല?
നബിസ്വലാസ്ലം എന്ത് ചെയ്യൂല? അവരുടെ മാർഗം പിൻപറ്റാൻ പോകുന്നില്ല. അങ്ങനെ പിൻപറ്റിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മാലക മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നബിക്ക് എന്തില്ല? മിൻ വലിയൻ, ഒരു രക്ഷാധികാരി ഉണ്ടാവൂല, വലാ നസീർ, ഒരു സഹായി ഉണ്ടാകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ലേ, നബിയെ താങ്കളെങ്ങാനും അള്ളാഹു അവതരിപ്പിച്ചിരുന്ന ഈ ആയത്തുകളിൽ സ്വന്തമായി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ താങ്കളെ വലത് കൈ കൊണ്ട് പിടിക്കും, എന്നിട്ട് താങ്കളുടെ കണ്ടനാടി ഞാൻ മുറിച്ചു കളയും എന്ന് പറഞ്ഞു. അങ്ങനെ നബി പറയുമോ? നബി പറയൂല. പക്ഷെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അതെന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറയില്ല എന്ന് ജനങ്ങളെ പഠിപ്പിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരിക്കലും ശിർക്ക് സംഭവിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഇസ്ലാം അല്ലാത്ത ഇബ്രാഹിം നബിയുടെ മില്ലത്തല്ലാത്തൊരു മില്ലത്ത് എന്ത് ചെയ്യൂല? പിൻപറ്റൂല. അങ്ങനെ നിങ്ങൾ ക്രിസ്ത്യാനികളും യഹൂദികളൊന്നും എന്ത് ചെയ്യണ്ട, നബി വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കലമിൽ പറഞ്ഞില്ലേ, വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, നബിയെ താങ്കൾ അങ്ങോട്ടൊന്ന് കുഴമ്പിട്ട് കൊടുത്താൽ അവരിങ്ങോട്ടും എന്ത് ചെയ്യും? കുഴമ്പിട്ട് തരും. എന്താ പറഞ്ഞത്? നമ്മൾ പറയൂലേ, എന്തിനാണ് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഒരു സുഖിപ്പിക്കണം, എന്തിനാ ചോദിക്കും. കുഴമ്പിട്ട് കൊടുക്കണം എന്തിനാ? അങ്ങോട്ട് അഡ്ജസ്റ്റ്, ആ വാക്കിൻ്റെ ശരിക്കും അർത്ഥം അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ ഇങ്ങോട്ടും അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദം എന്താണെന്നറിയോ? ദഹ്ന്. വദ്ദു, അവരാഗ്രഹിക്കുന്നു. ലൗ തുദ്ഹിനു, അതായത് എണ്ണയിട്ട് കൊടുക്കുക, അപ്പോൾ ഒരു സുഖം ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു സുഖിപ്പിക്കൽ അവരാഗ്രഹിക്കുന്നു എങ്കിൽ അവർ തിരിച്ചെന്ത് ചെയ്യും? ഇങ്ങോട്ടും അവർ സുഖിപ്പിക്കുന്നു, അവർ തൃപ്തിപ്പെടും, അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിന് അവരോട് തയ്യാറായിട്ടില്ല, തയ്യാറാവുകയും ഇല്ല. ഇനി ഇത് വിശ്വാസികൾക്കൊരു താക്കീതാണ്. അതായത് ഇവരുടെ ഈ ഹവയിൽ, ഇവരുടെ ഈ ദേഹേച്ഛയിലെങ്ങാനും വിശ്വാസികൾ പെട്ടുപോയാൽ അവർക്കുള്ള തഹ്ദീദ് വവഈദുൻ ശദീദുൻ ലിൽ ഉമ്മ അനിത്തിബാഇ ത്വറായിക്കിൽ യഹൂദി വന്നസാറ, യഹൂദികളുടെയും നസാറാക്കളുടെയും വഴികളെ പിൻപറ്റുന്നതിനെ തൊട്ട് ഈ ഉമ്മത്തിലുള്ളവർക്കുള്ള തഹ്ദീദ് ഒരു ഭീഷണിയാണ്. വവഈദുൻ ശദീദ്, ശക്തമായ താക്കീതാണ്. ഏത്? വല ഇനിത്തബഅത അഹ്വാഅഹും, നബിയെ താങ്കൾ അവരുടെ ഹവകളെ പിൻപറ്റിപ്പോയാൽ താങ്കൾക്ക് എന്തുണ്ടാവൂല? അള്ളാൻ്റെ അടുക്കുന്ന ഒരു സഹായിയും രക്ഷാധികാരി ഉണ്ടാവൂല. ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള താക്കീതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യൂല എന്ന് അള്ളാഹുവിന് കൃത്യമായി അറിയാം. പക്ഷേ ഇത് നമ്മൾക്കതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ഈ വിഷയത്തിൽ അള്ളാഹു എന്ത് ചെയ്യൂല? വിട്ടുവീഴ്ച ചെയ്യൂല. മനസ്സിലായോ? പക്ഷേ ഈ ആയത്തൊക്കെ ഉണ്ടായിരിക്കെ നമ്മുടെ നാട്ടിലെ കുറേ ആളുകൾ നബിയേക്കാളും മുകളിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ന ഷെയ്ഖിനോട് ചോദിക്കണം, നമ്മുടെ വലിയനോട് ചോദിക്കണം എന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട്, അല്ലേ? ഭൂമിയിൽ ഒരു കാര്യം നടക്കണമെങ്കിൽ നമ്മുടെ ഷെയ്ഖിനോട് അള്ളാഹു ചോദിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ് അള്ളാഹിൻ്റെ ദീൻ എന്ന് പറയണത്. ആ ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ളത് ഒന്ന് കൊണ്ടുവരാനും ഇഷ്ടമുള്ളത് ഒഴിവാക്കാനും ഉള്ള അധികാരം ആർക്കില്ല? പ്രവാചകന് പോലും ഇല്ല. അപ്പോൾ പിന്നെ വിശ്വാസികൾക്ക് അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ ഈ താക്കീത് നബിക്കുള്ളതല്ല, പിന്നെ ആർക്കാണ്? നമുക്ക് ഓരോരുത്തർക്കുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹു നൽകിയൊരു മില്ലത്തുണ്ട്. ആ മില്ലത്ത് ഏതാണ്? ഇബ്രാഹിം നബിയുടെ മില്ലത്താണ്. അതിനെപ്പറ്റി ഇൻഷാ അല്ലാഹ് പിന്നീട് അങ്ങോട്ട് ഇനി വരുന്ന 124 വചനം മുതൽ യഹൂദികൾക്കും നസാറാക്കൾക്കും അറബികൾക്കൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ആ മില്ലത്തിനെയാണ് റസൂല് പിൻപറ്റിയിട്ടുള്ളത്. അത് ഹനീഫനാണ്, ഋജുമനസ്കനായ ഇബ്രാഹിം നബിയുടെ മില്ലത്താണ്. തൗഹീദിൽ നിന്ന് അളവോളം തെറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു മില്ലത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുമ്പോൾ ഒരിക്കലും മറ്റ് ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളോ ആചാരങ്ങളോ ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കടമെടുക്കേണ്ടതില്ല. നമ്മൾ ആരുടെ തൃപ്തിയാണ് നോക്കേണ്ടത്? അള്ളാൻ്റെ തൃപ്തിയാണ്. ഇന്ന് ജനങ്ങൾ ആരുടെ തൃപ്തിയാണ് നോക്കുന്നത്? മുസ്ലിമീങ്ങൾ, നമ്മുടെ സമുദായത്തിലെ ഉമ്മത്ത് ആരുടെ തൃപ്തിയാണ് നോക്കുന്നത്? ജനങ്ങളുടെ തൃപ്തിയാണ്. ജനങ്ങൾ നല്ലത് പറയണം,
അതായത് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ അവരുടെ മതത്തെപ്പറ്റി നല്ലത് പറഞ്ഞാൽ ഇസ്ലാമിനത് എന്താണ്, ഒരു ബോണസാണല്ലോ. ഒരു മുസ്ലിമീങ്ങളെ പറ്റി എന്തു പറയും? ഇവർ നല്ല ആളുകളാണ് എന്ന് പറയും. അതാണിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. നബിയെ അങ്ങോട്ട് അവരുടെ മാർഗം പിൻപറ്റിയാൽ നബീനെ എന്തു ചെയ്യും? അവരും പിൻപറ്റും. ഖലാസ്, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്തു ചെയ്യാം? മുന്നോട്ട് പോകാം. ഇതിനെയാണ് നമ്മുടെ നാട്ടിൽ കപട മതസൗഹാർദ്ദം എന്നൊക്കെ പറയാറുള്ളത്. എന്നാൽ എല്ലാവരും അവരവരുടെ മതം പഠിപ്പിക്കുന്ന സദസ്സിലോ നേരെ തിരിച്ചും പറയും. അപ്പോൾ അതൊരു കാപട്യമാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഹക്കായിട്ട് എന്ത് ചെയ്യണം? ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇനി നോക്കൂ, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അല്ലദീന ആതൈനാഹും, അല്ലദീന യാതൊരുവർ, ആതൈനാഹും, ആത യുആതി ഈത, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ, അതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആത യുആതി, ആത യുആതി, ഈത, ഈത, ആതൈന നാം നൽകി, ഹും അവർക്ക്, അൽ കിതാബ് വേദഗ്രന്ഥം. ഇപ്പം നാം വേദഗ്രന്ഥം നൽകിയവർ, നാം വേദഗ്രന്ഥം നൽകിയവർ, യത്ലൂനഹു അവരത് പാരായണം ചെയ്യുന്നു, തല തല യത്ലു, യത്ലു തിലാവത്തൻ, തല യത്ലു തിലാവത്തൻ. തല എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ പാരായണം ചെയ്യുക. പാരായണം ചെയ്യണതിനാണ് തല യത്ലു എന്ന് പറയുക. അപ്പോൾ യത്ലൂനഹു, ആ വേദഗ്രന്ഥം കിട്ടിയ ആളുകൾ, നൽകപ്പെട്ട ആളുകൾ, അവർ എന്ത് ചെയ്യുന്നു? പാരായണം ചെയ്യുന്നു. ഹഖ്ഖ തിലാവത്തിഹി, തിലാവത്ത് അതിൻ്റെ മസ്ദറാണ് പാരായണം. വേദഗ്രന്ഥത്തിൻ്റെ പാരായണം മുറപ്രകാരം അവർ പാരായണം ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളുടെ സ്ഥിതി എന്താണ്? ഉലായിക, അക്കൂട്ടർ, യുഅ്മിനൂന ബിഹി, ആ വേദഗ്രന്ഥത്തിൽ അവരെന്ത് ചെയ്യും? അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. വമൻ യക്ഫുറു ബിഹി, ആരാണ് ആ വേദഗ്രന്ഥത്തെ അവിശ്വസിക്കുന്നത്? കഫറ യക്ഫുറു കുഫ്രൻ, ആരാണ് ആ വേദഗ്രന്ഥത്തെ അവിശ്വസിക്കുന്നത്? ഫഉലായിക ഹുമുൽ ഖാസിറൂൻ, അവരാണ് നഷ്ടക്കാർ. ഈ ആയത്തിന് 3 തഫ്സീറാണ് പണ്ഡിതന്മാർ കൊടുത്ത 3 തഫ്സീർ. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂദികൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിമീങ്ങൾക്കും എന്ത് കൊടുത്തിട്ടുണ്ട്? വേദഗ്രന്ഥം കൊടുത്തിട്ടുണ്ട്. അവരത് മുറപ്രകാരം ഓതുകയാണെങ്കിൽ അവരാരാണ്? ആ വേദഗ്രന്ഥത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. രണ്ടാമത്തെ ഒരു അഭിപ്രായം, യഹൂദികൾക്കും നസാറാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥം നൽകി അവരത് മുറപ്രകാരം ഓതുന്നവരാണെങ്കിൽ അവർ ഈ പ്രവാചകൻ അവതരിക്കപ്പെട്ട ഖുർആനിലും അവരെന്ത് ചെയ്യും? വിശ്വസിക്കും. ഇതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. മൂന്നാമത്തെ ഒരു അഭിപ്രായം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സ്വഹാബികൾ, വിശ്വാസികൾ, അവർ കേവലം നാമമാത്രമായ ഖുർആൻ പാരായണത്തിനപ്പുറം മുറപ്രകാരം അവർ ഓതിയാൽ അവർ അടിയുറച്ചാണ് ഈ ഖുർആനിലും പ്രവാചകനിലും വിശ്വസിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ജൂതന്മാരോടും നസാറാക്കളോടും ആ ആയത്തിനോട് ചേർത്തിക്കൊണ്ട് ഈ ആയത്ത് പറഞ്ഞതുകൊണ്ട് ഇവിടെ ജൂതന്മാർക്കും നസാറാക്കൾക്കും അവതരിക്കപ്പെട്ട തൗറാത്തിലും ഇഞ്ചിയിലും അവർ മുറപ്രകാരം പാരായണം ചെയ്യുന്നവരാണെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും എന്ത് ചെയ്യും? വിശ്വസിക്കും. അങ്ങനൊരു വിഭാഗം ആരിലുണ്ടായിരുന്നു? ജൂതന്മാരിലും നസാറാക്കളിലും ഉണ്ടായിരുന്നു. അവരെ പറ്റി ഖുർആൻ പറഞ്ഞെന്താണ്? അവർ മുഖ്തസിദായ ആളുകളെന്നാണ്. ആരാണ് മുഖ്തസിദ്? മുഖ്തസിദ് എന്ന് പറഞ്ഞാൽ മധ്യമ നിലപാട്
സ്വീകരിക്കുന്ന ഒരു വിഭാഗം വേദം നൽകപ്പെട്ടവരിൽ ഉണ്ട് എന്നാണ്. അപ്പോൾ അതാരാണ്? അവർ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാവും. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വലൗ അന്നഹും മഖാമുത് തൗറാത്ത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം. അവർ തൗറാത്തിനെ നിലനിർത്തേണ്ട പ്രകാരം നിലനിർത്തിയിരുന്നെങ്കിൽ, ഇൻജീലിനെ നിലനിർത്തേണ്ട പ്രകാരം നിലനിർത്തിയിരുന്നെങ്കിൽ, വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് അവതരിക്കപ്പെട്ട ആ വിശുദ്ധ ഖുർആനിലും അവർ നിലനിർത്തേണ്ട പ്രകാരം നിലനിർത്തിയിരുന്നെങ്കിൽ, ലഅകലൂ മിൻ ഫൗഖിഹിം, അവരുടെ മുകൾ ഭാഗത്ത് നിന്ന് അവർക്ക് തീർച്ചയായും അവർ ഭക്ഷണം കഴിക്കുമായിരുന്നു. വമിൻ തഹ്തി അർജുലിഹിം, അവരുടെ കാലിൻ്റെ താഴ്ഭാഗം ഭൂമിയിൽ നിന്നും അവർക്ക് എന്ത് കിട്ടുമായിരുന്നു? ഭക്ഷണം കിട്ടും. എന്നിട്ട് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് എന്ത് കിട്ടുമായിരുന്നു? സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാമായിരുന്നു. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, ഖുൽ നബിയെ പറയണം, യാ അഹ്ലൽ കിതാബ്, ഓ വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ, ലസ്തും നിങ്ങളൊന്നുമല്ല, അലാ ഷൈഇൻ നിങ്ങൾക്കൊരർത്ഥവുമില്ല, ഹത്താ തുഖീമുത് തൗറാത്ത വൽ ഇൻജീൽ, തൗറാത്തിനെയും ഇൻജീലിനെയും യഥാർത്ഥ രൂപത്തിൽ നിലനിർത്താത്തിടത്തോളം കാലം നിങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും നിങ്ങൾക്കില്ല. അപ്പം അതേപോലെ നിലനിർത്തിയവരാണെങ്കിൽ ആ വേദഗ്രന്ഥത്തിൽ പ്രവചിക്കപ്പെട്ട പ്രവാചകനിൽ അവരെന്ത് ചെയ്യും? വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ച ഒരു സമൂഹത്തെപ്പറ്റി നമ്മൾ മുമ്പ് തന്നെ അബ്ദുല്ലാഹിബ്നു സലാമിനെ പോലുള്ള ആളുകൾ ഇസ്ലാം സ്വീകരിച്ച ചരിത്രം നമ്മൾ എന്ത് ചെയ്തിരുന്നു? നമ്മൾ പറഞ്ഞിരുന്നു. അതിന് വിശദീകരിക്കേണ്ടതില്ല. അപ്പോൾ വേദം നൽകപ്പെട്ടവരിൽ മധ്യമ നിലപാട് സ്വീകരിച്ച ആളുകൾ ഉണ്ടായിരുന്നു. അവരാരിൽ വിശ്വസിച്ചു? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു. എന്നാൽ ആ മധ്യമ നിലപാട് സ്വീകരിക്കാത്തവരോ? അവർ തൗറാത്തിലും ഇൻജീലിലും മാത്രം വിശ്വസിച്ചു. അങ്ങനെ ഉണ്ടെങ്കിലോ? ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നൊരു ഹദീസുണ്ട്. അതിങ്ങനെയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ഈ ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. അതായത് ചില ആളുകൾ ചോദിക്കാറുണ്ട്, വേദം നൽകപ്പെട്ടവർ യഥാർത്ഥ രൂപത്തിൽ തൗറാത്തിനെ ഒരാൾ ഇന്ന് ഫോളോ ചെയ്യുകയാണ്, അള്ളാനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുന്നുള്ളൂ, ഷിർക്ക് ചെയ്യുന്നില്ല, അയാൾ ഫോളോ ചെയ്യുന്നത് എന്തിനെയാണ്? തൗറാത്തിനെയാണ്. ഒരാൾ ഇൻജീലിനെ ഫോളോ ചെയ്യുന്നു, അള്ളാനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുന്നുള്ളൂ, ഷിർക്ക് ചെയ്യുന്നില്ല, എങ്കിൽ അവൻ സ്വർഗത്തിൽ പോവോ? അവൻ മുസ്ലിമാകുവോ? അതിനുള്ള മറുപടിയാണ് പ്രവാചകൻ തരുന്നത്. ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മ യഹൂദിയുൻ വലാ നസ്രാനിയുൻ. ഈ യഹൂദികളായ ഉമ്മത്തും ഈ ക്രിസ്ത്യാനികളായ ഉമ്മത്തിൽ നിന്നും ഒരാളും എൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ല. സുമ്മ പിന്നീട് ലാ യുഅ്മിനു ബി, എന്നിലവർ വിശ്വസിക്കുന്നില്ല, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള അവരെന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇല്ലാ ദഖലന്നാർ, അവർ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായിട്ടൊരാൾ തൗറാത്തിനെ മാത്രം ഫോളോ ചെയ്തു, ഇൻജീലിനെ മാത്രം ഫോളോ ചെയ്തു, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള പറഞ്ഞില്ല, ഖുർആനെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ അള്ളാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അവൻ എവിടെയാണ്? ദഖലന്നാർ. ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരാരാണ്? തൗറാത്തും ഇൻജീലും ലഭിച്ചവരിൽ യത്ലൂനഹു ഹഖ്ക തിലാവത്തി, ഇതാണ് അവർക്കുള്ള ക്വാളിറ്റി. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുമെന്ന് പറഞ്ഞ വേദം നൽകപ്പെട്ടവരിൽ അവർക്കുള്ള ക്വാളിറ്റി എന്താണ്? യത്ലൂനഹു ഹഖ്ക തിലാവത്തി, വേദഗ്രന്ഥം മുറപ്രകാരം പാരായണം ചെയ്യണം. അപ്പം നമ്മളൊക്കെ ഖുർആൻ ഓതുന്നവരാണ്. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ പരിമിതമായ അറിവിൻ്റെ ഉള്ളിൽ പഠിച്ചു വെച്ച ആ അറിവ് കൊണ്ട് എന്തു ചെയ്യും? ഓതും. പക്ഷെ അത് ഹഖ്ക തിലാവത്താണോ? മുറപ്രകാരമുള്ള തിലാവത്താണോ? അതായത് ഓതേണ്ട ശൈലിയിൽ കൃത്യമായിട്ടാണോ നമ്മൾ ഓതുന്നത്? ചിന്തിക്കേണ്ട വിഷയമാണ്. അമാനി മൗലവി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ആയത്തിൻ്റെ അവസാന ഭാഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ വിഷയത്തെ അദ്ദേഹം വളരെ ഗൗരവത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ ഹഖ്ക തിലാവത്തിനെ പറ്റി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്ത് ഒരുപാട് കൗലുകളുണ്ട്. അതിലൊന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കൗലായി രേഖപ്പെടുത്തുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കൗലായിട്ട് രേഖപ്പെടുത്തുകയാണ്. എന്താണ് ഈ ഹഖ്ക തിലാവത്ത്? അൻ ഉമർ ബിൻ ഖത്താബ്,
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ മർറ ബിദിക്രിൽ ജന്ന സഅലല്ലാഹൽ ജന്ന വഇദാ മർറ ബിദിക്രിൻ നാരി തഅവ്വദ ബില്ലാഹി മിനൻ നാർ. എന്താണ് യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി? വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നു മുറപ്രകാരം. അതെങ്ങനെയാണ്? അവർ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇദാ മർറ ബിദിക്രിൽ ജന്ന, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓത്ത്, അതിൻ്റെ ഇടയിൽ ബിദിക്രിൽ ജന്ന, സ്വർഗത്തെപ്പറ്റി പരാമർശിക്കപ്പെട്ടു. അപ്പോൾ അയാൾ എന്തു ചെയ്യും? സഅലല്ലാഹൽ ജന്ന, അവൻ അള്ളാഹുവിനോട് എന്ത് ചെയ്തു? സ്വർഗം ചോദിച്ചു. പിന്നെയോ വഇദാ മർറ, അവൻ വീണ്ടും ഓതുകയാണ്. അങ്ങനെ ഓതിയാൽ ബിദിക്രിന്നാർ, നരകത്തെപ്പറ്റി ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, സ്മരിക്കപ്പെട്ടാൽ, തഅവ്വദ ബില്ലാഹി മിനന്നാർ, അവൻ നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് എന്ത് ചെയ്യും? മോചനം ചോദിക്കും. ഖുർആനിൻ്റെ പാരായണത്തിൻ്റെ ഇടയിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി സ്വർഗമെത്തുമ്പോൾ, സ്വർഗത്തിൻ്റെ ആയത്തുകൾ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്ന് ചോദിക്കും. നരകത്തിൻ്റെ ആയത്തെത്തിയാലോ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ എന്ന് തേടും. അപ്പം എന്താണ്? നമ്മൾ ഹൃദയം കൊണ്ടാണ് ഓതുന്നത്. കേവലം നാവ് കൊണ്ടായിരുന്നു ഓതുന്നതെങ്കിൽ നമ്മളവിടെ നിർത്തൂല, ഇങ്ങനെ അങ്ങ് ഓതിപ്പോവും. ഞാൻ വിശ്വാസമ പറഞ്ഞു, ആരെങ്കിലും 3 തവണ ഒരു ദിവസം അള്ളാഹുവിനോട് മൻ സഅലല്ലാഹൽ ജന്ന 3 മറാത്തിൻ, 3 തവണ സ്വർഗം ചോദിച്ചാൽ സ്വർഗം അവന് വേണ്ടി പറയും, അല്ലാഹുവേ അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. മനിസ്തജാറ മിനന്നാരി 3 മറാത്ത്, 3 തവണ ഒരാൾ നരകത്തിൽ നിന്നൊരു ദിവസം അള്ളാഹിനോട് കാവൽ ചോദിച്ചാൽ ഖാലത്തിന്നാർ, നരകം പറയുമെന്നാണ്, അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, അല്ലാഹു അവനെനിക്ക് വേണ്ട, അവനെ നീ നരകത്തിൽ നിന്ന് എന്ത് ചെയ്യണം? രക്ഷപ്പെടുത്തണം. ആലോചിച്ച് നോക്ക്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ആ ആയത്തുകൾ എത്തുമ്പോൾ നമുക്ക് അള്ളാഹിനോട് ചോദിക്കാൻ പറ്റണം. നരകത്തെ പറ്റിയുള്ള ആയത്ത് കേൾക്കുമ്പോൾ അള്ളാഹുവിനോട് ഇസ്തിആദത്ത് നടത്താൻ പറ്റണം, അഭയം തേടാൻ പറ്റണം. അള്ളാഹിൻ്റെ റഹ്മത്തിനെ പറ്റിയുള്ള ആയത്തുകൾ നമ്മൾ ഓതും. അപ്പം നമ്മൾ എന്താ തേടേണ്ടത്? അല്ലാഹുമ്മ റഹംനി, അല്ലാഹുമ്മ റഹംനി, അള്ളാഹു എന്നോട് കരുണ കാണിക്കണം. അല്ലാഹു ഗഫൂറുൻ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണയുള്ളവനാണെന്ന് ആയത്തെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി, അള്ളാഹു എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ, അള്ളാഹിൻ്റെ നാമങ്ങൾ വെച്ച് തേടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഖുർആനെ നമ്മൾ അവിടെ പ്രാക്ടിക്കലാക്കുകയാണ്. ഖുർആൻ എന്ത് ചെയ്യാണ്? നമ്മൾ പ്രാക്ടിക്കലാക്കുകയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് യത്ലൂനഹു ഹഖ്ഖ തിലാവത്തിഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം ചെയ്യുന്നുണ്ട്, യത്തബിഊനഹു ഹഖ്ഖ ഇത്തിബാഇഹി, അതിനെ പിൻപറ്റേണ്ട മുറപ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം? പിൻപറ്റണം. യഹൂദികളും നസാറാക്കളും തൗറാത്തിനെയും ഇഞ്ചീലിനെയും പിൻപറ്റേണ്ട മുറപ്രകാരം പിൻപറ്റിയാൽ അവരെന്ത് ചെയ്തേനെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഖുർആനിലും വിശ്വസിക്കും. കാരണം തൗറാത്തിൽ ആരെ പറ്റിയുണ്ട്? റസൂലിനെ പറ്റിയുണ്ട്. ഇഞ്ചീലിൽ ആരെ പറ്റിയുണ്ട്? റസൂലിനെ പറ്റിയുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? എന്തു വന്നാലും വേദഗ്രന്ഥമായ ഖുർആനിൽ അവർ വിശ്വസിക്കും. അപ്പം നമ്മൾ ഈ ഖുർആനിൽ അടിയുറച്ച് വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹഖ്ഖ തിലാവത്ത് നടത്തണം. വെറുതെ ഓതിപ്പോയാൽ പോരാ. നമ്മൾ ഖത്തം തീർക്കാൻ വേണ്ടി ഒരു ഫാസ്റ്റ് ഓത്തുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓത്ത് വേറൊരാൾക്ക് ഓതി കൊടുക്കണം. നമ്മുടെ ഓത്ത് വേറൊരാൾക്ക് ഓതി കൊടുക്കണം. ഓതി കൊടുക്കുമ്പോൾ ഒരു ഗുണമെന്ന് അറിയോ? നമ്മൾ ശരിയെന്ന് വിചാരിച്ചിരുന്നത് മുഴുവൻ തെറ്റാണെന്ന് നമ്മൾ എന്ത് ചെയ്യും? മനസ്സിലാക്കും. വലിയ വലിയ അറിവുണ്ടെന്ന് വിചാരിക്കുന്ന ഞാനും നിങ്ങളൊക്കെ അടക്കം വേറൊരാൾക്ക് ഓതി കൊടുത്താൽ അപ്പം അറിയാൻ പറ്റും നമ്മൾ ഒരു അറിവില്ല, നമ്മൾ ജാഹിലാണെന്ന്. മനസ്സിലായോ? അതായത് നമുക്ക് അറിവില്ല എന്നുള്ളത് നമ്മൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മറ്റൊരാളായിട്ട് സംവദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മുടെ ഖുർആൻ ഓതി കൊടുക്കുമ്പോൾ നമ്മളൊരു അറിവിൻ്റെ വിഷയം നമ്മൾ വേറെ ആളായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അത്രയും നേരം നമ്മൾ വിചാരിച്ച് നമ്മളെല്ലാം അറിഞ്ഞിരുന്നത്, പക്ഷെ അയാളായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മളറിയുക, എടാ ഇയാൾക്ക് എന്നേക്കാൾ കൂടുതൽ എന്തുണ്ട്? അറിവുണ്ട്, ഞാനിപ്പോഴും ഇനി ഒരുപാട് സഞ്ചരിക്കാനുണ്ടെന്ന് മനസ്സിലാവും. നമ്മൾ പണ്ഡിതന്മാരുടെ സദസ്സിൽ പോയിരുന്നു കഴിയുമ്പോൾ ആണ് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ആരാണ്.
നമ്മൾ ജാഹിലുകളാണെന്നുള്ളത്. മനസ്സിലായോ? അപ്പം നമ്മൾ ആലിമീങ്ങളാണ്, വലിയ അറിവുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ നടന്നാൽ അത് ജഹ്ലു മുറക്കബെന്നാണ് പറയുക. ജഹ്ലു മുറക്കബിൻ്റെ അർത്ഥം എന്താ അറിയോ? അതായത് നമുക്കറിവില്ല എന്ന് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ല, അറിയാൻ പറ്റണില്ല. അത് ജഹാലത്തിൻ്റെ മുകളിൽ എന്താണ്? ജഹാലത്താണ്. അപ്പം നമ്മൾ ഖുർആൻ ഓതുമ്പോൾ എന്ത് ചെയ്യണം? വേറൊരാൾക്ക് ഓതിക്കൊടുക്കണം. അങ്ങനെ ഓതിക്കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഖുർആൻ ഓതുന്നതിൻ്റെ ഹക്ക തിലാവത്തിനെ പറ്റി പറയുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, എന്താണ്? വറത്തൽനാഹു തർത്തീല, നിർത്തി നിർത്തി ഓതണം. ഖുർആൻ ഓതുമ്പോൾ എന്ത് ചെയ്യണം? നിർത്തി നിർത്തി ഓതണം. എന്ന് പറഞ്ഞാൽ മൊത്തം എല്ലാ സ്ഥലത്തും നിർത്തണമെന്നല്ല. ഖുർആൻ നിർത്താൻ പറഞ്ഞ ഓരോ പോയിന്റ് ഉണ്ട്, അവിടെ ഓരോ അടയാളങ്ങളുണ്ടാവും, സിമ്പൽ ഉണ്ടാവും. അവിടെയൊക്കെ നിർത്തി നിർത്തി എന്ത് ചെയ്യണം? ഖുർആൻ ഓതണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ് ചെയ്യുമായിരുന്നു. പ്രവാചകൻ കാന യമുദ്ദുഹു മദ്ദൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? നീട്ടി നീട്ടി ഓതുമായിരുന്നു. അതിനാണ് ചില സ്ഥലത്തൊക്കെ എക്സ്ട്രാ മദ് കൊടുത്തിട്ടുണ്ട്. ആ മദ്ദിനൊരളവുണ്ട്. ഓരോ മദ്ദിനും എന്തുണ്ട്? എത്ര നീട്ടണം എന്ന അളവുണ്ട്. അപ്പം ഇത് നമ്മൾ മദ്ദിൻ്റെ നിയമം പഠിച്ചാലേ ഒരു സ്ഥലത്ത് എത്ര നീട്ടാം, ഒരു സ്ഥലത്ത് നീട്ടാൻ പാടില്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചില വാചകങ്ങൾ ഓതുമ്പോൾ മണിക്കണം. ആ സമയത്ത് മണിക്കേണ്ടത് എവിടെയാണ്, മണിക്കാൻ പാടില്ലാത്തത് എവിടെയാണ്? അതിനെന്ത് ചെയ്യണം? നമ്മൾ തജ്വീദിൻ്റെ റൂള് പഠിക്കണം. അപ്പോൾ ഒന്ന്, നമ്മൾ ഖുർആൻ നേരെ ചൊവ്വേ ഓതണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടതെന്നറിയോ? അക്ഷരങ്ങളുടെ പ്രൊനൗൺസിങ് ആണ്. അക്ഷരം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റണം? പ്രൊനൗൺസ് ചെയ്യാൻ പറ്റണം. അതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഖുർആനിൻ്റെ അക്ഷരങ്ങളോട് പോലും കൂറു പുലർത്താൻ നമുക്ക് എന്ത് ചെയ്യൂല? കഴിയൂല. ഒരാൾ ഓതുകയാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഹലഖ്. ഓതിയപ്പോൾ ഹാ കിട്ടിയില്ല. അപ്പം അയാൾ എന്ത് ചെയ്തു? കിട്ടിയത് വെച്ചിട്ട് ഹലക്ക് ഓതി. ഹലക്കാൻ്റെ അർത്ഥം എന്താ? സൃഷ്ടിച്ചു. ഹലക്കാടെ അർത്ഥം എന്താ? ബാർബർ ഷോപ്പിൽ ബാർബറിൻ്റെ പണിയാ, ഷേവ് ചെയ്യുക. എന്തായി? അർത്ഥം അങ്ങ് അടിമുടി മാറിപ്പോവും, യാതൊരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ ഹലക്ക ഓതൻ്റെ അടുത്ത് ഹലക്കാന്ന് എന്ത് ചെയ്യാൻ പറ്റൂല? ഓതാൻ പറ്റൂല. ഐൻ ഓതൻ്റെ അടുത്ത് ഗൈൻ ഓതാൻ പറ്റൂല. ഗൈൻ ഓതൻ്റെ അടുത്ത് ഐൻ ഓതാൻ പറ്റൂല. ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഹായും ഹായുമാണ്. ചിലയിടത്ത് ഹാ ഓതൻ്റെ അടുത്ത് ഹാ ഓതും. ഐൻ ഓതൻ്റെ അടുത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും? ഹാ വരും. പല മിസ്റ്റേക്ക് വരും. അപ്പം അക്ഷരങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും അക്ഷരം പറയാൻ നമ്മൾ നന്നായിട്ട് പഠിക്കണം. അതാണ് ഒന്ന്. രണ്ടാമത്തെ, തജ്വീദിൻ്റെ നിയമങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. തജ്വീദിൻ്റെ നിയമങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഖുർആൻ ഓതാൻ അറിയാത്തവനാണ്. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചോളി. തജ്വീദിൻ്റെ നിയമം നമ്മൾ പഠിച്ചില്ലേ, നമ്മൾ ആരാണ്? ഖുർആൻ ഓതാൻ അറിയാത്തവരാണ്. എന്തുകൊണ്ടാണ്? നമ്മളൊരാൾ വണ്ടി ഓടിക്കുകയാണ്, ദുബൈയിലെ റോട്ടിലൂടെ ഒരാൾ വണ്ടി ഓടിക്കുകയാണ്, ട്രാഫിക് റൂളൊന്നും അറിയില്ല. നമ്മൾ എന്താ അവനെ പറ്റി പറയുക? നിങ്ങളെന്താ പറയുക? ആ ചങ്ങായിക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല കേട്ടോ, അവൻ എത്ര ഫൈനാ വന്നിരിക്കണത്, എത്ര ഫൈനാ വന്നിരിക്കണമെന്ന് നമ്മൾ പറയും അല്ലേ? ദുബൈയിൽ ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ അവൻ അത്യാവശ്യം ഒരു ഡിഗ്രി പാസ്സാകണ ലെവലിലെത്തണം അല്ലേ? ഇവിടുത്തെ റൂളൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ. അപ്പോൾ ഖുർആനിൽ എവിടെ നിർത്തണം, എവിടെ നിർത്താൻ പാടില്ല. നമ്മൾ വലിയ റോട്ടിൽ കൂടി ഇങ്ങനെ ധൃതി പിടിച്ച് പോവുകയാണ്, റെഡ് സിഗ്നൽ വീണാൽ നമ്മൾ എന്ത് ചെയ്യും? നിർത്തിയേ പറ്റൂല. എത്ര തിരക്കാന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം? നിർത്തണം. ഖുർആനിൽ നിർത്തേണ്ട ചില സ്ഥലമുണ്ട്, അവിടെ നിർത്തിയേ പറ്റൂ. ചില സ്ഥലത്ത് നിർത്താൻ പാടില്ല എന്നുണ്ട്, അവിടെ നിർത്താൻ പാടില്ല. അർത്ഥം കണക്റ്റഡ് ആവില്ല. മനസ്സിലായോ? അപ്പോൾ തജ്വീദിൻ്റെ നിയമം പഠിക്കണം. ചിലയിടത്ത് മണിക്കണം, ചിലയിടത്ത് മണിക്കാൻ പാടില്ല. ചിലയിടത്ത് നീട്ടണം, ചിലയിടത്ത് നീട്ടാൻ പാടില്ല. അപ്പോൾ ഈ നിയമം നമ്മൾ പഠിക്കാൻ എന്ത് ചെയ്യണം? തയ്യാറാകണം. ഇനി ഇപ്പോൾ ഇവിടെ പഠിക്കും? അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. ഈ സ്ഥാപനത്തിൽ ഖുർആൻ്റെ അക്ഷരം പഠിപ്പിക്കുന്നുണ്ട്. അക്ഷരം മുതൽ പഠിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്.
ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്, ഫിസിക്കൽ സംവിധാനങ്ങളുണ്ട്. നിങ്ങളുടെ ഫോൺ ഒന്ന് വിരൽ കൊണ്ട് അമർത്തിയാൽ തന്നെ ഒരുപാട് സംവിധാനങ്ങളോട് മുന്നിൽ വരും. അതുകൊണ്ട് റബ്ബിനോട് യാതൊരു ഉദറും പറയാൻ പറ്റൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ എത്രയോ ഭാഷക്കാരുണ്ട്. ഒരു ചങ്ങാതി പറയണ സംഗതി നമുക്ക് മനസ്സിലായില്ല, അയാളോട് പറയും നീ ഈ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഒന്ന് എഴുതി തരി, അപ്പോൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക ഇയാൾ എന്താ പറഞ്ഞത് ഒന്ന് ആലോചിക്കുക. അതായത് ഒരു ഭാഷ പോലും നമുക്ക് മനസ്സിലാക്കാൻ തടസ്സം ഇവിടെ ഇല്ല. ഏത് ഭാഷയും എന്താണ് ഒരാൾ പറയണത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ലോകത്ത് നമ്മൾ ജീവിച്ചിട്ട് അള്ളാൻ്റെ ഖുർആൻ, വളരെ ലളിതമായ ഖുർആൻ നമുക്ക് ഓതാൻ നേരെ ചൊവ്വ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കുറച്ചിലാണ്. അത് നമുക്ക് നികത്താൻ പറ്റണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമത്തെ, അപ്പോൾ ഒന്ന് അക്ഷരങ്ങൾ, രണ്ട് തജ്വീദ്, മൂന്നാമത്തത് നിർത്തി എന്ത് ചെയ്യണം, ഓതണം. നാലാമത്തത് നേരത്തെ പറഞ്ഞതുപോലെ നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും അള്ളാൻ്റെ കാരുണ്യത്തിൻ്റെയും ശിക്ഷയുടെയും ആയത്തുകളൊക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യണം, അവിടെ നിർത്തി അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്താ അറിയോ, തിലാവത്തിൻ്റെ ആ മുറപ്രകാരമുള്ള തിലാവത്തുമാകും, അമല് ചെയ്യലാവും. ആയത്ത് കൊണ്ട് എന്ത് ചെയ്തു, സ്പോട്ടിൽ അമല് ചെയ്യണം. ആ ആയത്തിലുള്ള കാര്യം അള്ളാഹിനോട് ചോദിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഖുർആൻ കൊണ്ട് അമല് ചെയ്യാൻ പറ്റും, മുറപ്രകാരം നമ്മൾ ഓതിയാൽ. ഇനി നോക്കൂ, ഖുർആൻ മുറപ്രകാരം ഓതുന്നതിന് മറ്റൊരു തഫ്സീർ കൊടുത്തിരിക്കണം. എന്താണെന്നറിയോ, അതിങ്ങനെയാണ്, യഹില്ലൂന ഹലാലഹു, ഹലാലുകൾ ഹലാലാക്കണം, വയുഹരിമൂന ഹറാമഹു, ഹറാമുകൾ എന്ത് ചെയ്യണം, ഹറാമാക്കണം, വല യുഹരിഫൂനഹു അൻ മവാളിഹി, അള്ളാഹു ഒരു വേടോ ഒരു അക്ഷരമോ വെച്ചെടുത്തതിനെ പിന്നെ വേറെ അടുത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റി ഓതാൻ പാടില്ല. അപ്പം അതിൽ പണ്ഡിതന്മാരും ഒട്ടുമിക്ക ആളുകളും പറഞ്ഞ ഒന്നാണ് അയ്യുഹില്ല ഹലാലഹു, ഹലാലിനെ എന്ത് ചെയ്യണം, ഹലാലാക്കണം, ഹറാമിനെ എന്ത് ചെയ്യണം, ഹറാമാക്കണം. എന്തുകൊണ്ടാണ്, നമ്മളിപ്പോൾ ഖുർആനൊക്കെ ഓതുകയാണ്, എന്നിട്ട് നമ്മൾ ഹറാമായ കാര്യത്തെപ്പറ്റിയുള്ള ആയത്ത് ഓതുന്നുണ്ട്, പക്ഷെ എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്, ഹറാമുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ രൂപത്തിലല്ല ഖുർആൻ ഓതുന്നത്. പണ്ഡിതന്മാർ പറയാറുണ്ട്, എത്രയെത്ര ഖാരിഈങ്ങൾ, ഖുറാഉകൾ, പക്ഷെ അവരുടെ ഹനാജിറുകൾക്ക് താഴെ ഖുലൂബുകളിലേക്ക് എന്ത് ചെയ്യാറില്ല, ഓതുന്ന ആയത്തുകൾ ഇറങ്ങാറില്ല. അപ്പോൾ ആയത്തുകൾ ഓതുമ്പോൾ ആ ആയത്തിനോട് കൂറു പുലർത്താൻ കഴിയണമെങ്കിൽ ആ ആയത്തിൽ പറഞ്ഞ ഹലാലുകളെ ഹലാലായിട്ടും ഹറാമുകളെ ഹറാമായിട്ടും നമുക്ക് അംഗീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹുക്കുമുകൾ, അള്ളാഹു വിധിച്ച ഹുക്കുമുകൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രാവർത്തികമാക്കണം. വിധിവിലക്കുകളെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാവർത്തികമാക്കണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തഫ്സീറുകൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെറ്റുകൂടാതെ ഓതാനും ഖുർആനിൻ്റെ ആശയത്തിലും അർത്ഥത്തിലുമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും നമുക്ക് എന്ത് ചെയ്യണം, കഴിയേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ വിശുദ്ധ ഖുർആൻ മുറപ്രകാരം ഓതുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതിനുള്ള പരിശ്രമം നമ്മൾ നടത്തണം. നമ്മളിപ്പോൾ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ആമീനൊക്കെ പറഞ്ഞു പോവും, പക്ഷേ നമ്മൾ ആ പണിക്ക് വേണ്ടി മുതിർന്നിട്ടില്ലെങ്കിലോ നമുക്ക് മാറാൻ കഴിയില്ല. ഇനി നോക്കൂ, അടുത്ത ആയത്തിലേക്ക് നമുക്ക് പോവാം. അള്ളാഹു സുബ്ഹാനഹു വിളിക്കണം, യാ ബനി, ഓ മക്കളെ. ആരുടെ മക്കൾ? ഇസ്രായീൽ, ഇസ്രായേലിൻ്റെ മക്കളെ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ മക്കളെ. ഉദ്കുറു, നിങ്ങൾ ഓർക്കണം, നിഅ്മതി അല്ലതി അൻഅംതു അലൈക്കും, നിഅ്മതി എൻ്റെ അനുഗ്രഹം. എങ്ങനെയുള്ള? അല്ലതി അൻഅംതു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ചൊരിഞ്ഞു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. വഅന്നി ഫദ്ദൽതുക്കും, ഫദ്ദല യുഫദ്ദിലു തഫ്ദീൽ, ഞാൻ നിങ്ങളെ മഹത്വമുള്ളവരാക്കി, ഉത്കൃഷ്ടരാക്കി. അൽ ആലമീൻ, ലോകങ്ങളുടെ, അതായത് ആളുകളുടെ കൂട്ടത്തിൽ, ലോകരുടെ കൂട്ടത്തിൽ നിങ്ങളെ ഞാൻ ആരാക്കി? ഉത്കൃഷ്ടരാക്കി എന്ന ആ ഒരു വലിയ നിഅമത്തിനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കണം. ഇതിന് സമാനമായ ആയത്ത് നമ്മൾ എവിടെ പഠിച്ചു? സൂറത്തുൽ ബഖറയിലെ 47-ാമത്തെ ആയത്തിൽ പഠിച്ചു. ഈ 47-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേപോലെ ആവർത്തിച്ചു, നിങ്ങൾ അള്ളാഹിൻ്റെ അനുഗ്രഹത്തെ ഓർക്കണം, നിങ്ങൾ ലോകരുടെ കൂട്ടത്തിൽ ഉത്കൃഷ്ടരാക്കിയിട്ടുണ്ട് നിങ്ങളെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത്രയും നാൾ പഠിച്ച യഹൂദികൾക്കും
ജൂതന്മാർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ, അവരല്ലാഹിനോട് തിരിച്ചു കാണിച്ച നന്ദികേട്, അവർ പ്രവാചകന്മാരോട് സ്വീകരിച്ച നിലപാട്, ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചത് ഈ രണ്ടായത്തിൻ്റെ ഇടയിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, 47-ാമത്തെ ആയത്തിൽ സെയിം ആയത്തുണ്ട്. ഇപ്പോൾ 122-ാമത്തെ ആയത്തിലും അതേ ആയത്ത് വന്നു. ഈ രണ്ട് ആയത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ഇത്രയും നാളും എന്ത് ചെയ്തത്? നമ്മൾ എന്ത് പഠിച്ചത്? ജൂതന്മാരുടെ ചരിത്രം പഠിച്ച്. അപ്പോൾ അള്ളാഹു ജൂതന്മാർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ച് ജൂതന്മാർ അള്ളാഹിനോടും പ്രവാചകന്മാരോടും എടുത്ത നിലപാടുകളും അവരുടെ അഹങ്കാരവും പരിഹാസവും എല്ലാം പറഞ്ഞു. എന്നിട്ട് അത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യണത് ഏതായത്തുകൊണ്ടാ? അതേ ആയത്തുകൊണ്ട്. നമ്മൾ ഈ ഖുർആൻ ക്ലാസ് തുടങ്ങിയത് 40-ാമത്തെ ആയത്തിന് ശേഷമാണ്. അപ്പോൾ അന്ന് മുതൽ നമ്മൾ നോക്കിയാൽ ഇന്ന് വരെ നമ്മൾ ജൂതന്മാരുടെ ചരിത്രമാണ് നമ്മൾ പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അധ്യായത്തിനൊരു അവസാനം കുറിക്കുന്നത് പോലും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കണം. നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ലോകരുടെ മുന്നിൽ ഉത്കൃഷ്ടരാക്കി. മാത്രമല്ല അള്ളാഹു ഒരു താക്കീത് കൂടി കൊടുക്കുകയാണ്, വത്തഖൂ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. അവിടെ 48-ാമത്തെ ആയത്തിലും അള്ളാഹു ഇതുപോലെ പറഞ്ഞു. എന്താണ് സൂക്ഷിക്കണം? വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ. ലാ തജ്സീ, ഉപകാരം നൽകുകയില്ല. ജസാ യജ്സി ജസാഅൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് ഉപകാരം കൊടുക്കുക, പകരമായി കൊടുക്കുന്നതിനാണ്. അപ്പോൾ നഫ്സുൻ, ഒരു ദേഹവും ഉപകാരം ചെയ്യുകയില്ല. അൻ നഫ്സിൻ, മറ്റൊരു ദേഹത്തിന്, ഷൈഅൻ, ഒന്നും. അങ്ങനെ ഒരു ദിവസമാണ്. നാളെ പരലോകത്തെത്തിയാൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റൂല? യാതൊരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല. വലാ യുഖ്ബലു മിൻഹാ അദ്ലുൻ, ആ ഓരോ ദേഹത്തിൽ നിന്നും അള്ളാഹു എന്ത് സ്വീകരിക്കില്ല? അതിൽ എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ എന്ത് ചെയ്യുക? പ്രായശ്ചിത്തം ചെയ്യുക. ഒരാൾ അമൽ ചെയ്യാൻ പറ്റിയില്ല, ഒരാൾക്ക് വാപ്പക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല, മക്കൾക്ക് ഇവിടെ ഹജ്ജ് ചെയ്യാം. വാപ്പക്ക് കഴിവുണ്ടായിരുന്നു, ഉംറ ചെയ്യാൻ പറ്റിയില്ല, മക്കൾക്ക് ഉംറ ചെയ്യാം. വാപ്പ ഏതെങ്കിലും ഒരു, അല്ലെങ്കിൽ ഉമ്മയോ മാതാപിതാക്കളോ ഏതെങ്കിലും ഒരു ബാധ്യത നിറവേറ്റിയില്ല, മക്കൾക്ക് ചെയ്യാം. മക്കൾ നിറവേറ്റിയില്ല, വാപ്പക്ക് ചെയ്യാം. പക്ഷെ നാളെ പരലോകത്തോ അത് ചെയ്യാൻ കഴിയില്ല. വലാ തൻഫഉഹാ, അതിന് ഒരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല. നഫഅ യൻഫഉ എന്ന് പറഞ്ഞാൽ എന്താ? ഉപകാരം ചെയ്യുക. ഷഫാഅത്തുൻ, ശുപാർശ, റെക്കമെൻഡേഷൻ. നാളെ പരലോകത്ത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റെക്കമെൻഡേഷനുള്ള അവസരമില്ല. അപ്പോൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്യാൻ കഴിയില്ല, പ്രായച്ചിത്തം സ്വീകരിക്കില്ല, റെക്കമെൻഡേഷൻ ഉപകരിക്കില്ല. വലാഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയും ഇല്ല. 4 കാര്യങ്ങൾ നോക്കൂ. നമുക്കറിയാം, നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മുടെ കുടുംബവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹത്തിലാണ്. പക്ഷേ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എല്ലാവരും ഇങ്ങനെ നഫ്സിയാണ്, സ്വന്തം കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു ചോദിക്കുന്നുണ്ട്, നബിയെ, താങ്കൾ പറയുന്നുണ്ടല്ലോ നാളെ എല്ലാവരും വിവസ്ത്രരാണ്. നാളെ പരലോകത്തെത്തുമ്പോൾ ആർക്കും എന്തുണ്ടാവില്ല? ഡ്രസ്സ് ഉണ്ടാവില്ല. എല്ലാവരും പൂർണ്ണ നഗ്നരായിട്ടാണ് നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഇത് പറഞ്ഞപ്പോൾ ആയിഷ ബീവി പറയണം, നബിയെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേ? ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയും നോക്കൂലേ? കാണൂലേ? അപ്പം നബി സല്ലല്ലാഹു കൊടുത്ത മറുപടി എന്താണ്? ആയിഷ, ആ ദിവസത്തിൻ്റെ ഭയാനകത കൊണ്ടൊരു മനുഷ്യനും അങ്ങനത്തെ ഒരു ചിന്തയും നോട്ടവും ഉണ്ടാവില്ല. അപ്പം എത്ര ഭയാനകരമായിരിക്കും അല്ലേ? ഒരു മനുഷ്യൻ്റെ കണ്ണുകളെ, ഒരു മനുഷ്യൻ്റെ ചിന്തകളെ, മനസ്സുകളെ തട്ടിയെടുക്കുന്ന പരസ്പരമുള്ള ലൈംഗികമായ നഗ്നത പോലും അന്നൊരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരൂല എന്നാണ്. അത്രയും ഭയാനകരമായ ദിവസം. അന്ന് നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ കുടുംബക്കാരോ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യൂല? റെക്കമെൻഡേഷൻ ഇല്ല, പ്രായശ്ചിത്തം കൊടുക്കില്ല. മുജ്രിമീങ്ങൾ പറയും, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമി ഇദിൻ ബിബനീഹ്, എൻ്റെ മക്കളെ ഞാൻ തരാം, എന്നൊന്ന് രക്ഷപ്പെടുത്തു. ആരാ പറയുക?
അക്രമികളായ ആളുകൾ പറയും, എൻ്റെ മക്കളെ തരാം, എൻ്റെ ഭാര്യയെ തരാം, എനിക്ക് അഭയം നൽകി എൻ്റെ കുടുംബത്തെ തരാം, പകരം തരാമെന്ന്. പക്ഷെ എന്ത് ചെയ്യൂല? സ്വീകരിക്കൂല. നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കണ മനുഷ്യനോട് അള്ളൊരു ചോദ്യം ചോദിക്കും. നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യനോട്, ലി അഹ്വനി അസ്ഹാബിൽ ജഹീം, ജഹീമിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്നതോട് അള്ളാഹ് ചോദിക്കണമെന്നറിയോ? ഈ ഭൂമിയിലെ മുഴുവൻ വസ്തുക്കളും നിനക്കുണ്ടെങ്കിൽ അത് നീ എനിക്ക് തന്നിട്ട് നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവോ? റബ്ബേ, ഞാനെനിക്കത് കിട്ടിയിരുന്നെങ്കിൽ ഞാനത് മുഴുവൻ നിനക്ക് തന്നിട്ട് ഞാൻ രക്ഷപ്പെടുമായിരുന്നു. എന്നാലോചിച്ച് നോക്കണം. ഈ ഭൂമിയിലെ മുഴുവൻ കാര്യങ്ങൾ നിനക്കുണ്ട്, നീ അത് തന്നിട്ട് നീ രക്ഷപ്പെടാൻ ഒരു ചാൻസ് കിട്ടിയാൽ നീ അത് തരുമോ? അപ്പോൾ ആ മനുഷ്യൻ പറയും, തരും റബ്ബേ. അപ്പം അള്ളാഹ് പറയാണ്, ഇതിനേക്കാൾ എത്ര നിസ്സാരമായ കാര്യമാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. നീ എന്നെ മാത്രം ആരാധിക്കണം, അള്ളയല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ. ഈ നിസ്സാരമായൊരു കാര്യം നിനക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നിനക്ക് ഭൂമി മുഴുവൻ ഉണ്ടായാൽ നീ അതെനിക്ക് തരുമെന്നോ? അത്രയും വലിയ പണിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാലോചിച്ച് നോക്ക്. അപ്പം നാളെ എന്ത് പ്രായച്ചിത്വം ചെയ്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യരെന്ത് ചെയ്യും? ശ്രമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫഇദാ ജാഅത്തിസ്സാഖ, ആ ഭയങ്കര സംഭവം വന്നെത്തിയാൽ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, തൻ്റെ കൂടെ നിൽക്കുന്ന ആളുടെ അടുത്ത് നിന്ന് അവൻ എന്ത് ചെയ്യും? ഓടി രക്ഷപ്പെടും. വ ഉമ്മിഹി വ അബീഹി, അവൻ്റെ ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നും അവൻ ഓടി രക്ഷപ്പെടും. വ സ്വാഹിബത്തിഹി വ ബനീഹി, അവൻ്റെ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും എന്ത് ചെയ്യും? ഓടി രക്ഷപ്പെടും. കാരണം ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീഹി, ഓരോരുത്തർക്കും അവർക്ക് തന്നെ മതിയായ കാര്യമുണ്ട്. പിന്നെ എങ്ങനെ കുടുംബത്തിൻ്റെ കാര്യം ഏറ്റെടുക്കും? പിന്നെ എങ്ങനെ മക്കളുടെ കാര്യം ഏറ്റെടുക്കും? പിന്നെ എങ്ങനെ ഭാര്യയുടെ കാര്യം ഏറ്റെടുക്കും? ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യൂല? ഏറ്റെടുക്കൂല. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ ഫാത്തിമ, ഓ ഫാത്തിമ, അൻഖിദി, നീ നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. യാ സഫിയ, അല്ലേ, എൻ്റെ പൊന്നമ്മായി സഫിയ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരെ നബി പേരെടുത്ത് വിളിച്ചു എന്നാ. എന്തിനാ? നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? രക്ഷപ്പെടുത്തണം. പ്രവാചകൻ്റെ കുടുംബത്തോട് പോലും പ്രവാചകൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാളെ പ്രവാചകന് പോലും തൻ്റെ കുടുംബത്തെ പ്രത്യേകമായൊരു പരിഗണന കൊടുത്ത് രക്ഷിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഈ ഹദീസും ഈ ചരിത്രവും നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ നാളെ പരലോകത്തെല്ലാവരും എത്തുന്നത് ഒറ്റക്കൊറ്റക്കാണ്. നമ്മൾ കടന്നു ചെല്ലുന്നത് ഒറ്റക്കാണ്. അപ്പം നമ്മൾ രക്ഷപ്പെടാനുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ തയ്യാറാക്കിക്കൊള്ളണം. അതുകൊണ്ട് ഇവിടെ ഈ ആയത്ത്, ഈ ഒരു അധ്യായത്തിൻ്റെ ഒരു ഭാഗം അവസാനിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസത്തെ കൊണ്ടാണ് ഭയപ്പെടുത്തുന്നത്. ആ ദിവസം ഏതാണ്? പരലോകമാണ്. ആ പരലോകത്തിൽ ആര് വിശ്വസിക്കുന്നുണ്ട്? യഹൂദികൾ വിശ്വസിക്കുന്നുണ്ട്. വിശ്വാസമില്ലാത്തവരല്ല. വിശ്വാസമില്ലാത്തവരാണെങ്കിൽ ഇത് എന്ത് ചെയ്യണ്ട? പറയേണ്ട ആവശ്യമില്ല. ക്രൈസ്തവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ദിവസത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ആ ദിവസത്തെ കൊണ്ടാണ് അള്ളാഹു താക്കീത് ചെയ്തത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചോ. അന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവിടെ കൊണ്ടുവരും നാളെ പരലോകത്ത്. ഈസാ, നീ ഇവരോട് പറഞ്ഞോ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ? മറിയം ബീവിയോട് ചോദിക്കും, മലക്കുകളോട് ചോദിക്കും, മലക്കുകളെ നിങ്ങൾ ഇവരോട് പറഞ്ഞോ നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഇവിടെ സഹായികളായിരുന്നവർ, ഇവിടെ ദൈവങ്ങളായിരുന്നവർ എല്ലാവരും നാളെ പരലോകത്ത് എന്ത് ചെയ്യും? കൈയൊഴിയുമെന്നാണ്. ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല റബ്ബേ. ഈസാ നബി പറഞ്ഞെന്നറിയോ? റബ്ബേ, ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതറിഞ്ഞിട്ടുണ്ടാകുമല്ലോ റബ്ബേ, ഒരിക്കലും ഞാനങ്ങനെ പറയില്ല. അപ്പം നോക്കൂ പ്രിയപ്പെട്ടവരെ, ജൂതന്മാരും നസാറാക്കളും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതിരുന്നതിൻ്റെ കാരണം, ഖുർആനിൽ അവർ വിശ്വസിക്കാതിരുന്നതിൻ്റെ കാരണം തെളിവുകൾ കുറഞ്ഞു പോയത് കൊണ്ടല്ല, അവർക്ക് വേദഗ്രന്ഥത്തിൽ അറിവില്ലാതിരുന്നത് കൊണ്ടല്ല. മറിച്ച് എന്താണ് അതിൻ്റെ കാരണം? ഒന്ന്, അവർ പ്രതീക്ഷിച്ചിരുന്നത് പോലെ അവരുടെ അടുക്കലേക്ക് ആ പ്രവാചകർ എത്തിയില്ല, അറബികളുടെ അടുക്കലേക്കാണ് എത്തിയത്. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ മാർഗം സ്വീകരിച്ചില്ല, അവരുടെ ഖിബില സ്വീകരിച്ചില്ല, അവരുടെ വേദഗ്രന്ഥത്തെ ഫോളോ ചെയ്തില്ല എന്നതിൻ്റെ കാരണത്താൽ അവർ നബിയോട് എന്ത് ചെയ്തു? വിയോജിപ്പ്
വെച്ചു പുലർത്തി. അപ്പോൾ ചരിത്രത്തിൽ ജൂതന്മാരും നസാറാക്കളുടെയും ചരിത്രം സവിസ്തരം വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് വ്യക്തമായി വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. എന്തിനാണ് ഈ ജൂതന്മാരുടെയും നസാറാക്കളുടെയും ചരിത്രം നമുക്ക് വിശദീകരിച്ച് നൽകിയത്? എന്തിനായിരിക്കും? അവർക്ക് വേദഗ്രന്ഥം കിട്ടിയിട്ടുണ്ട്, അവരതിനെ കൃത്യമായി ഫോളോ ചെയ്തില്ല. നമ്മുടെ കയ്യിലും എന്ത് കിട്ടിയിട്ടുണ്ട്? വേദഗ്രന്ഥം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ജൂതന്മാരെ പോലെ ആകരുത്, ആ നസാറാക്കളെ പോലെ ആകരുത്. 5 നേരത്തെ നമസ്കാരത്തിൽ നമ്മൾ കൈകെട്ടിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കും, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. എന്താണ് എൻ്റെ പ്രാർത്ഥനയുടെ അർത്ഥം? അള്ളാഹിൻ്റെ കോപത്തിനിരയായ ജൂതന്മാർ അവരെന്ത് ചെയ്തു? അവരെ ഹക്ക് മനസ്സിലാക്കിയിട്ട് മനഃപൂർവ്വം അത് സ്വീകരിച്ചില്ല. അള്ളാഹുവിൻ്റെ വേദം കിട്ടിയ നസാറാക്കൾ അവരെന്ത് ചെയ്തു? അത് കിട്ടിയിട്ട് എന്താണ് അറിവെന്ന് മനസ്സിലാക്കാതെ എന്ത് ചെയ്തു? വഴിപിഴച്ച് പോയി. അപ്പം അള്ളാഹിൻ്റെ കോപം കിട്ടിയവരും വഴിപിഴച്ചവരുടെയും കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ എന്ത് ചെയ്യരുത്, ആക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് മാർഗത്തിലാകണം? മുസ്തഖീമായ മാർഗത്തിലാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നതുപോലെ മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആൻ അതിൻ്റെ ഏറ്റവും ശരിയായ രൂപത്തിൽ ഹഖ്ഖ തിലാവത്തിഹി മുറപ്രകാരം പാരായണം ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനുള്ള പരിശ്രമം നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ അതിൻ്റെ താഴെയാണ് ഓരോരുത്തരും ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അള്ളാഹു നമ്മുടെ ഈ കൂടിയിരുത്തം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകൾ അള്ളാഹു പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം ഇന്നത്തെ കാലഘട്ടം, സാഹചര്യം, കാലികമായ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രാർത്ഥനയിലുണ്ടാകണം. നമ്മുടെ നാടിന് വേണ്ടി, നിർഭയത്വത്തിന് വേണ്ടി, ലോകത്തിന് സമാധാനത്തിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയാണ് ഈ സന്ദർഭത്തിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് സ്വീകരിക്കേണ്ടത്. കൂടിയിരുന്ന് അഭിപ്രായങ്ങൾ പറയലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യലോ അല്ല. കഴിഞ്ഞ ഖുത്തുബകളിലൂടെ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല സകല ഫിത്നകളിൽ നിന്നും സകല പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ ഉമ്മത്തിനെയും ഈ രാജ്യത്തെയും രാജ്യത്തിൻ്റെ ഭരണാധികാരികളെയും മുസ്ലിം ഭരണാധികാരികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഇസ്ലാമിന് എല്ലാവിധ ഇസ്സത്തും അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വാദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വാദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.